കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവരെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് മലബന്ധം. ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ഉദരപ്രശ്നം വ്യാപകമായി കാണുന്നുണ്ട്. ഭക്ഷണരീതിയിലും ജീവിതശൈലിയിലും വന്ന മാറ്റങ്ങളാണ് ഇതിനു കാരണം. മലബന്ധം ഒരു രോഗമല്ല, മറിച്ച് പല രോഗങ്ങളുടെയും പ്രാരംഭ ലക്ഷണമാണ്. ദിവസവും മലവിസർജനം നടത്തിയിരുന്ന ആൾക്ക് 3 ദിവസം കഴിഞ്ഞിട്ടും മലവിസർജനം നടക്കുന്നില്ലെങ്കിൽ അത് മലബന്ധമായി കണക്കാക്കാം. ഇങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ 2 അതിൽ കുറവോ തവണ മാത്രമായിരിക്കും മലം പോകുന്നത്. കൂടാതെ മലബന്ധമുള്ളവർക്ക് മലാശയത്തിൽ എന്തോ തങ്ങി നിൽക്കുന്നതായി തോന്നാനും മലം പൂർണ്ണമായും പുറത്തുപോയില്ലെന്ന് തോന്നാനുമിടയുണ്ട്. ശോധനയ്ക്ക് ഏറെ പണിപ്പെടേണ്ടി വരുന്ന ഇവരുടെ മലം കട്ടിയുള്ളതായിരിക്കും. മലം പുറത്തേക്ക് തള്ളുന്നത് കുടലിന്റെ ചലനങ്ങളാണ്. ഇത് മന്ദഗതിയിലാകുമ്പോൾ മലബന്ധമുണ്ടാകും. പ്രമേഹം, ഹൈപ്പോതൈറോയിഡിസം, നട്ടെല്ലിനേൽക്കുന്ന പരുക്കുകൾ, നാഡീ തകരാറുകൾ തുടങ്ങിയവയൊക്കെ കുടലിന്റെ ചലനങ്ങളെ തകരാറിലാക്കാം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമാണ് ചെറുപ്പക്കാരിലെ മലബന്ധത്തിനുള്ള മറ്റൊരു കാരണം. ഇവരിൽ മലബന്ധവും വയറിളക്കവും മാറി മാറി ഉണ്ടായെന്നു വരാം. വയറുവേദനയ്ക്ക് ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകണമെന്ന തോന്നലും ഇവരിലുണ്ടാകാം. ഗർഭിണികളിലും പ്രായമേറിയവരിലും മലബന്ധം കൂടുതലായി കണ്ടുവരാറുണ്ട്. അർശസ്, ഫിഷർ തുടങ്ങിയ മലദ്വാര പ്രശ്നങ്ങളും മലബന്ധമുണ്ടാക്കാം. വേദനാസംഹാരികൾ, രക്താതിമർദ്ദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ തുടങ്ങിയവയുടെ പാർശ്വഫലമായും മലബന്ധമുണ്ടാകാം. മലബന്ധം ഒഴിവാക്കാനായി ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. നാരുകളുള്ള വിഭവങ്ങൾ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. മലം കൂടുതലായി ഉണ്ടാകുവാനും മലശോധന സുഗമമാക്കുവാനും നാരുകൾ സഹായിക്കും. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, തവിട് കളയാത്ത ധാന്യം എന്നിവയിൽ നാരുകൾ സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. മലശോധനയ്ക്കുള്ള തോന്നലുണ്ടായാൽ പിടിച്ചുവയ്ക്കരുത്. കൃത്യസമയം തന്നെ മലശോധനയ്ക്കായി മാറ്റിവയ്ക്കാൻ ശീലിക്കണം. ദിവസവും രാവിലെ അരമണിക്കൂർ വ്യായാമം ചെയ്യുന്നത് ദഹനവും ശോധനയും സുഗമമാക്കും. നാരുകളില്ലാത്ത ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് വിഭവങ്ങൾ ഒഴിവാക്കണം. ചുവന്ന മാംസവും കൊഴുപ്പമിതമായി അടങ്ങിയ ഭക്ഷണ വിഭവങ്ങളും വറുത്ത സാധനങ്ങളും ഒഴിവാക്കണം. ഭക്ഷണരീതിയിലും ജീവിതശൈലിയിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടും മലബന്ധം മാറിയില്ലെങ്കിൽ മാത്രമേ മരുന്നുകളെ ആശ്രയിക്കാവൂ. കാരണം ഇവയിൽ പലതും മരുന്നിനോടുള്ള വിധേയത്വമുണ്ടാക്കാൻ ഇടയുണ്ട്.